സർ, ഈ IAS ഓഫീസർക്ക് ഈ വ്യക്തിപരമായിട്ട് ആൾക്കാരെ പ്രകീർത്തിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരാൻ സാധിക്കുമോ? അത് ശരിയാണോ? അതിൽ എനിക്ക് തോന്നുന്നൊരു പ്രധാനപ്പെട്ട കാര്യമേ സിവിൽ സർവീസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ അതൊരു മൊത്തം എല്ലാം കൂടെ എൻകംപാസ് ചെയ്യുന്നൊരു സാധനമാണ്. IAS, IPS, IFS. പക്ഷെ അതിലൊരു രാജകീയ സ്ഥാനമാണ് IASനുള്ളത്. അതെ. IPSനും IFSനും ഒന്നും അങ്ങനെ വരില്ല. കാരണം ഓരോ സംസ്ഥാനത്തും ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥാനം വഹിക്കുന്നത് ഈ IAS ഉദ്യോഗസ്ഥന്മാരാണ്, വകുപ്പ് തലവന്മാർ. മാത്രമല്ല അവർക്ക് മാത്രമേ ചീഫ് സെക്രട്ടറി ആകാൻ പറ്റൂ. അതെ. അപ്പം അവരുടെ അതെന്ന് പറഞ്ഞാൽ വളരെ പ്ലമ്മും വളരെ ലുക്രറ്റീവായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ആ സ്ഥാനം വഹിക്കുന്ന ആളുകൾ പുലർത്തേണ്ട ചില മാന്യതകളും മര്യാദകളും ഉണ്ട്. അതില്ലാത്തവർ കുറേ പേരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരുത്തനുണ്ട്, KM എബ്രഹാം, അങ്ങനെയൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ നയം അനുസരിച്ച് നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട് ബാധ്യസ്ഥരായിട്ടുള്ളവരാണ് അവർ. അതെ. എന്ന് മാത്രമല്ല 1968 കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് അവർക്ക്, കേന്ദ്ര ഗവൺമെൻറ്. അവരെങ്ങനെ പെരുമാറണം, അവരുടെ ഒരു മേഖല കാർട്ടയാണ് കോഡ് ഓഫ് കോണ്ടാക്ട്, അനുസരിച്ച് അവർക്ക് പെരുമാറാൻ പറ്റും. പക്ഷേ ഓരോ സംസ്ഥാനത്തും IAS ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക സ്ഥാനമാണ്. അപ്പോൾ അവർ പുലർത്തേണ്ട മാന്യത മര്യാദയൊക്കെ പുലർത്തിയിട്ടുള്ള ഒരുപാട് IAS ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൻ്റെ പേരുകൾ നമ്മളിപ്പോൾ സമയപരിമിതി കൊണ്ട് പോകണ്ട. ജനകീയരായ ഉദ്യോഗസ്ഥർ ഒരുപാട് ഭയങ്കര കഴിവുള്ളവർ, ഭയങ്കര ലളിത ജീവിതം നയിച്ചവർ ഒരുപാട് പേരുണ്ട്. പുരുഷന്മാരും വികസനം നടപ്പിലാക്കിയവരുമുണ്ട്, പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. യഥാർത്ഥത്തിൽ അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരടങ്ങിയ സിവിൽ സർവീസിന് തന്നെ ഒരു നാണക്കേടാണ്, ഒരു കറുത്ത തൂവലാണ്, പൊന്തുവല്ല കറുത്ത തൂവലാണ് ഇപ്പോൾ ഈ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന ദിവ്യ S. അയ്യർ എന്ന് പറയുന്ന കഥാപാത്രം. അവർ IASൻ്റെ തന്നെ IAS എന്ന് പറഞ്ഞിട്ടുള്ള ആ സേനയുടെ തന്നെ ക്രെഡിബിലിറ്റിയെ പൂർണ്ണമായും അവർ നശിപ്പിച്ച് കളയുകയാണ്. അവർ വളരെ പ്രൊആക്റ്റീവായിട്ടുള്ളൊരു ലേഡിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവരവരുടെ കഴിവ് തെളിയിക്കേണ്ടത് എവിടെയാണ്? അവർ കഴിവ് തെളിയിക്കേണ്ടത് അവരുടെ മേഖലയിലാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന ചുമതല ഏറ്റവും ഭംഗിയായി നിർവഹിച്ച് കുറ്റമറ്റ രീതിയിൽ മാതൃകയായി പ്രവർത്തിക്കേണ്ട ഒരാളാണ് അവർ. ഇപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനം എന്താ? വിഴിഞ്ഞം പദ്ധതിയുടെ MD ആണ്. ഇതുപോലുള്ള ചെറുപ്രായത്തിൽ ഇതുപോലുള്ള പ്ലം പോസ്റ്റുകളൊന്നും അങ്ങനെ ആർക്കും ഇതുവരെ കിട്ടിയതായിട്ട് നമുക്ക് അറിയില്ല. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ആ പ്രവർത്തനം സജീവമായി നടത്തി കാര്യക്ഷമമായി നടത്തി പേരെടുക്കുന്നതിന് പകരം ഇതുപോലെയുള്ള ഈ ഒരു സൈസ് മനോരോഗം ബാധിച്ചതുപോലെ തോന്നുന്ന ഈ പബ്ലിസിറ്റി മോങ്കറിങ്ങിലും പബ്ലിസിറ്റി മാനിയയിലും അഭിരമിക്കുന്ന ഒരു മൂന്നാംകിട നിലവാരമുള്ള ഒരു സ്ത്രീയായിട്ട് ഇവർ അധപ്പതിച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ഇവരെക്കുറിച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കി. ആരാണിവർ? ഇവരെങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധയിൽ വന്നത്? ശ്രദ്ധയിൽ വന്നത് ഇവർ എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയിലാണോ നമ്മുടെ ശ്രദ്ധയിൽ? ഒരിക്കലുമല്ല. ഒരു G. കാർത്തികേയൻ്റെ മരുമകൾ എന്നുള്ള നിലയിലാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. പിന്നെ KS. ശബരിനാഥൻ MLA ആയിരുന്നപ്പോൾ ഒരു പാടുകയും ഡാൻസിങ് ഒക്കെ ചെയ്യുമായിരുന്നു. പാടുകയും ഡാൻസിങ് ഒക്കെ ചെയ്യുന്ന വേറെ ഒരുപാട് IAS വനിതകളുണ്ട്. നല്ല അതിഗംഭീരമായി പാടുന്ന ഹരിത S. അയ്യർന്നോ കണ്ടു പറഞ്ഞിട്ട് ഒരു ഹരിത നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇവർക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ളവരായിട്ടൊന്നും നമ്മൾ തോന്നിയിട്ടില്ല. പക്ഷേ ഇവർ അഭിരമിക്കുന്നത് മുഴുവൻ ഈ പബ്ലിസിറ്റിയിലാണ് ഇവർ അഭിരമിക്കുന്നത്. ഇവർ ശബരിനാഥനെ വിവാഹം കഴിച്ചപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടത്. ശബരിനാഥൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും സാത്വികനായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവായിട്ടുള്ള G. കാർത്തികേയൻ്റെ മകൻ. ഇവർ പിന്നെ ചെന്ന് എത്തപ്പെട്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇവർ പിന്നെ സബ് കളക്ടറായിരുന്ന സമയത്ത് ഇവരൊരു വലിയ ഭൂമി തട്ടിപ്പിൽ പ്രതിയായി. ഒരു ലാൻഡ് ആർക്കോ അനധികൃതമായി എഴുതി കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ പ്രതിയായിട്ടുണ്ടായിരുന്നു. 2017-18 വർക്കലയിലായിരുന്നു. അന്ന് ഇവരതിനകത്ത് ഇടപെട്ടപ്പോൾ CPM ഇവരെ പിടിക്കാൻ തീരുമാനിച്ചു. കാരണം ഇവർ കോൺഗ്രസ് MLA യുടെ ഭാര്യയാണല്ലോ.
അങ്ങനെ പിടിക്കാൻ തീരുമാനിച്ച് അവർ മുന്നിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ അവരുമായിട്ട് പോയി സെറ്റിൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ പിന്നെ പത്തനംതിട്ട ജില്ലാ കളക്ടറാക്കി ഇത്രയും ചെറുപ്രായത്തിൽ അങ്ങനെ സാറിന് വെക്കാറില്ല വെച്ചു. അവിടെ മുതൽ തുടങ്ങുകയാണ് ഇവരുടെ ഈ പബ്ലിസിറ്റി മോങ്കറിങ്. അവിടെ വെച്ച് അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, 1-2 വയസ്സുള്ള കൊച്ചിനെ തൂക്കിക്കൊണ്ട് യോഗങ്ങൾക്ക് വരിക. തലയ്ക്ക് വെളിയുള്ള ആരെങ്കിലും ചെയ്യുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അവരൊരു IAS കാര്യമില്ലേ? അവരുടെ വീട്ടിൽ അവർ യോഗത്തിന് പോകുമ്പോഴത്തേക്കും കൊച്ചിനെ നോക്കാനായിട്ട് ആളുകൾ വേണമെങ്കിൽ ജോലിക്ക് വെച്ചു ഇവിടെ. അപ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആൾ സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കൊച്ചുമായിട്ട് കയറി വരിക. അപ്പോൾ ഇതൊക്കെ ഒരു വില കുറഞ്ഞ പബ്ലിസിറ്റി. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നറിയോ? അതിനുശേഷം പിണറായി വിജയൻ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പം വിഴിഞ്ഞം 10 ഉദ്ഘാടനം വാനോളം അങ്ങ് പുകഴ്ത്തി. എന്തുമാത്രം പുകഴ്ത്തേണ്ട ഒരു നേതാവാണ് പിണറായി. സൽഗുണസമ്പന്നൻ, അഴിമതി വിരുദ്ധൻ, അല്ലേ, ഏറ്റവും നല്ല മാതൃകാ കമ്മ്യൂണിസ്റ്റ്. അയാളെ അങ്ങ് പുകഴ്ത്തി അങ്ങ് ആകാശം വരെ കൊണ്ടുപോകാണ്ട് വരും. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് അവർ ബുദ്ധിമതിയായിട്ടവരെന്ന് പറഞ്ഞു, അത് അധികാര സ്ഥാനത്തിരിക്കുന്ന ഭരണഘടന സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് അവർ രക്ഷപ്പെട്ടു. അതിനുശേഷം അവരിടപെട്ട വിഷയം എന്തായിരുന്നു? പാവപ്പെട്ട K. രാധാകൃഷ്ണനെ പോയി ആശ്ലേഷിച്ചു. ആശ്ലേഷിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ ആളുകൾ അന്യോന്യം പുരുഷന്മാരും സ്ത്രീകളും ഈ വിദേശ രാജ്യങ്ങളിലെ പോലെ ആശ്ലേഷിച്ചല്ല ബന്ധം പറയും. മുസ്ലിങ്ങളൊക്കെ മതപരമായിട്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെയെല്ലാം ചെയ്യാറില്ല. എന്ന് മാത്രമല്ല, ഒരു IAS ഉദ്യോഗസ്ഥ ഒരു ജനപ്രതിനിധിയെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യാറില്ല. അതന്ന് വിവാദമായി. വിവാദമായപ്പോഴത്തേക്ക് എന്താണ് നമ്മൾ അറിഞ്ഞത്? അവർ K. രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനത്ത് രാജിവെച്ച് MP ആയി പോയപ്പോൾ ചെയ്തതല്ല, 4 മാസം മുമ്പ് ചെയ്തത് എടുത്തു വെച്ചത് ഇയാൾ പോയ സമയത്ത് കയറ്റിയിടുക. അപ്പോൾ അവിടെയും ഇവരുടെ ലക്ഷ്യം എന്താ? പച്ചയായ പബ്ലിസിറ്റി. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പണിയിലും ഇവർക്ക് താല്പര്യമില്ല എന്നാണ്. ഇവരവിടെ MD ആയിട്ട് ഇരിക്കുമ്പോഴും ഇവരുടെ പ്രധാനപ്പെട്ട ജോലി ഈ റീലും ഇതുപോലെ ഇവരുടെ കൂടെ സ്ഥിരം ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടാകുന്ന പറയുന്നത്. ഇവരുടെ അംഗവിഷയങ്ങളും ചലനങ്ങളും എല്ലാം വീഡിയോയിലാക്കിയിട്ട് ഇവർ മുറിയിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ പ്രധാന പണി ഇത് റീലാക്കി അപ്ലോഡ് ചെയ്ത് അതിനകത്ത് അർമാദിക്കുക എന്നുള്ളതാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാച്ചാൽ ഇവരുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് പോലും സ്വതന്ത്രമായിട്ട് ഇവരുടെ മുറിയിലോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. അതുപോലത്തെ ഒരു സ്ത്രീയാണ്. ഇപ്പോൾ എന്തോ സാംസ്കാരിക വകുപ്പിലും അവർ ചോദിച്ചെന്തോ ഒരു അഡീഷണൽ ചാർജ് മേടിച്ചിട്ടുണ്ട്. കാരണം ഈ സിനിമാക്കാരൊക്കെ ആയിട്ട് ഇടപെടുകയും ഈ പബ്ലിസിറ്റി. അപ്പം പിണറായി വിജയൻ്റെ കാര്യത്തിലും രാധാകൃഷ്ണൻ്റെ കാര്യത്തിലും ഇതവർ ചെയ്തു. പക്ഷേ KK രാഗേഷിൻ്റെ കാര്യത്തിൽ കാണിച്ചു വച്ചിരിക്കുന്നത് ശുദ്ധ അസംബന്ധമല്ലേ? 100% അസംബന്ധമല്ലേ? ഇയാൾ കർണൻ്റെ കവചകുണ്ടലം ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് പറഞ്ഞ പോലെ പുരാണമൊക്കെ അറിയാവുന്ന ആളാണ്. കർണൻ്റെ കവചകുണ്ടലം പോലെയാണ് KK രാഗേഷിൻ്റെ സംരക്ഷണം എന്ന് ഈ സ്ത്രീ പറയുമ്പോൾ ഈ സ്ത്രീ എന്തുമാത്രം തരം താഴുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും ആരാണ് KK രാഗേഷ്? അയാളൊരു രാജ്യസഭ MP ആയിരുന്നു. പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അത്രേ ഉള്ളൂ. അയാൾ ഒരു ആവറേജോ ബിലോ ആവറേജോ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അയാളുടെ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പേ സ്വന്തം ഭാര്യയ്ക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രിയ വർഗീസിന് യൂണിവേഴ്സിറ്റിയിൽ അനധികൃത സ്ഥാനം മേടിച്ചു കൊടുക്കാൻ കൂട്ടുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അയാൾ. ഇനി അയാൾ രാജ്യസഭാംഗം അയാളൊരു തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ടോ? അയാൾ 2024 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു കണ്ണൂർ. K. സുധാകരൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നൊരു മനുഷ്യന് പോലും ഇയാൾ മത്സരിച്ചുകൊണ്ടാണ് 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത്. അതാണ് അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. 1. 2, അയാൾ ഒരു സർക്കാർ സ്ഥാനത്ത് നിന്ന് ഒരു പാർട്ടി സ്ഥാനത്തേക്കാണ് പോകുന്നത്. അതെ, വേറൊരു സർക്കാർ സ്ഥാനത്തേക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അയാൾ സർക്കാർ സ്ഥാനത്ത് നിന്ന് പാർട്ടി സ്ഥാനത്തേക്ക് പോകുമ്പോൾ കർണൻ്റെ കവചകുണ്ടലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ പണി നിർത്തി CPM പോയി ചേർക്കുന്നു. അവർക്ക് ഇതിനകത്ത് തുടരാൻ യോഗ്യതയില്ല. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയ്ക്ക് ചേർന്നതല്ല, ഒരിക്കലുമല്ല. അവരെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് ഇത് TP ശ്രീനിവാസൻ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. അത് ഇവരുടെ ഒരു മെൻറ്ററാണെന്നാണ് പറയുന്നത്. അയാൾ BJPയുമായി അടുപ്പമുള്ള ആൾ, ഞാൻ കേട്ടതാണ്. ഭർത്താവ് കോൺഗ്രസ്, ഇവർ CPM. ഈ പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ IAS എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനത്തിനും കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്കും എല്ലാം നാണക്കേടുണ്ടാക്കുന്ന CPMൻ്റെ ഒരു കോടാലിക്കൈയായി പ്രവർത്തിക്കുന്ന, CPMൻ്റെ ഒരു മൂടുതാങ്ങിയായി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയായിട്ട് അവരതപ്പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ ഈ ഭൂമി തട്ടിപ്പൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ രക്ഷപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അവർ തിരിച്ച് ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ CPM-കാർക്കുള്ള അഡ്വാൻറ്റേജ് എന്താ? അവർക്ക് കൈ കഴുകാൻ എളുപ്പമാണ്. ഇപ്പം പിന്നെ അദാനി പോർട്ടിലൊക്കെ 100 കണക്കിന് നിയമനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെല്ലാം അവരാണ് ചെയ്യുന്നത്. ചോദിക്കുന്നത് അവർ കോൺഗ്രസ് MLA യുടെ കാര്യമല്ലേ, അത് അവരതിനകത്ത് ഞങ്ങൾക്കെന്ത് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു അവസരം കൂടി അവർക്ക് കിട്ടിയില്ല. പക്ഷെ നമ്മളിതിനകത്ത് കാണേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥ അവരവരുടെ ജോലി ചെയ്ത് കഴിവ് തെളിയിച്ച് കാണിച്ചു കൊടുക്കുന്നതിന് പകരം ഇതുപോലെയുള്ള പിന്നെ ഈ തരംതാണ പബ്ലിസിറ്റി മോങ്കറിങ്, എനിക്ക് തോന്നുന്നു അവർക്കെന്തോ ഒരു മാനസിക രോഗമാണെന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരുടെ ഈ കളി കാണുമ്പോഴത്തേക്ക്. മനസ്സിലായി? അപ്പോൾ ഇത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഡീജനറേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എനിക്കറിയില്ല, ഒരുപാട് പേരെ കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. ആ കഥകളൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെളിയിൽ വരും. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അതൊന്നും അത്ര നല്ല രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള ഇതല്ല. അതെ. അപ്പോൾ അതുകൊണ്ട് അതും ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഇവരുടെ ഒരു, ഞാനത് ചർച്ച ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴും ഇവരുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇതെല്ലാം. നമ്മളൊരു സാധനത്തിനോട് എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണിത്. മനസ്സിലായി? അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നാണം കെട്ട ഒരു സംഭവമാണ്, ഏറ്റവും കൂടുതൽ ദയനീയമായിട്ടുള്ള സംഭവമാണ്. ഇത് തുടർച്ചയായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല അതാണോ, ഇനി അവർ മനസ്സിലായിട്ട് ചെയ്യുന്നതാണോ എന്നറിയില്ല. പക്ഷേ അവർ മനസ്സിലായി അവരുടെ തടി രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന അതിബുദ്ധിമതിയായിട്ടൊരു കഥാപാത്രമാണ് ദിവ്യ എസ് അയ്യർ എന്നാണ് പൊതുവിൽ ആളുകൾ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.